20 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോഴിതാ കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീം ജന്മനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7:30ക്കാണ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങിയത്. സാമൂഹ്യ പ്രവർത്തകനും പ്രശസ്ത വ്യവസായിയുമായ ബോബി ചെമ്മനൂർ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് നാട്ടിലേക്ക് എത്താൻ പ്രധാന കാരണം ബോബി ചെമ്മനൂർ തന്നെയാണ്. 2006 ഡിസംബർ 24-ന് സൗദി ബാലൻ അനസ് കൊല്ലപ്പെട്ട കേസിലായിരുന്നു അബ്ദുൾ റഹീം സൗദിയിൽ 20 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചത്. വധശിക്ഷയ്ക്കാണ് വിധിച്ചത്. പക്ഷേ തന്റെ പേരിൽ തെറ്റില്ലെന്നും കഴുത്തിന് താഴെ ചലനശേഷിയില്ലാതിരുന്ന അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു. ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിടുകയും ഇത് അനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പുകയുമാണ് ചെയ്തത്. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനായി മരണമടയുകയുമാണ് സംഭവം. പക്ഷേ സംഭവത്തിന് പിന്നാലെയാണ് സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. 2012-ലാണ് കോടതി അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നീട് 1.5 കോടി റിയാൽ, അതായത് ഏകദേശം നാട്ടിലെ 34 കോടി രൂപയോളമാണ് നൽകി ഇപ്പോഴിതാ റഹീമിനെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തനിക്ക് ലഭിച്ച വലിയ സ്വീകരണത്തിലും പിന്തുണയിലും എല്ലാവരോടും കരഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയായിരുന്നു അബ്ദുൾ റഹീം വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോൾ. ഇന്ന് ആ കുടുംബം വളരെയധികം വർഷങ്ങളോളം കാത്തിരുന്ന ആ ഒരു സ്വപ്നം സഫലീകരിച്ചിരിക്കുന്ന സന്തോഷത്തിലാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.